തോന്നല്. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ഒരു അമ്മു വേണം. സ്വാഭാവികം. മറ്റുള്ള വീട്ടില് അമ്മു വേണം. വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ എം വിത്ത് ഹർ. ഐ എം ഓൾവേസ് വിത്ത് ഹർ. She's a wonderful girl and I am with her. Wonderful girl. സ്വന്തം അമ്മുയെ ചിരിച്ചേ പുരുത്തവക്കി എന്ന് വിളിക്കുന്ന വണ്ടർഫുൾ, വെരി വെരി വണ്ടർഫുൾ ഗേൾ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട എന്നുള്ളതാണ്. അതായത് അഹാന കൃഷ്ണ, വീണ്ടും അഹാന കൃഷ്ണയുടെ സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ സിന്ധു കൃഷ്ണ, അഹാന കൃഷ്ണയുടെ നമ്മുടെ അമ്മുവിന്റെ സ്വന്തം അമ്മയായ സിന്ധു കൃഷ്ണ സ്വന്തം മകളെ വെളുപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് മാസങ്ങൾക്ക് ശേഷം, ഏതാണ്ട് എനിക്കൊന്നൊരു 3 ആഴ്ചക്ക് മുമ്പാണ് സിന്ധു കൃഷ്ണ യൂട്യൂബിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. പല സൈഡിൽ നിന്നും ഈ ഓരോ ദിവസവും ഒന്ന് ഇളയമോളോ അല്ലെങ്കിൽ മൂത്തമോളോ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അങ്ങനെ ആരെങ്കിലും ഒരാഴ്ച എവിടെയെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, ഈ പറയുന്ന എയറിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം സ്വന്തം അമ്മുമ്മയെ പിച്ച് എന്ന് വിളിച്ച അമ്മു എന്ന് പറയുന്നത് അഹാന കൃഷ്ണയെ കുറിച്ചാണ് നമ്മളിവിടെ വളരെ വളരെ വൈറലായിരുന്ന സംഭവം. തൻവി വന്ന് പറഞ്ഞ, ഇവരുടെ കുഞ്ഞമ്മയുടെ ആരാണ് തൻവി വന്ന് പറഞ്ഞ ഒരു സാധനത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കുറെ വീഡിയോകൾ നമ്മൾ ചെയ്തു. അതൊക്കെ അങ്ങനെ ഒന്ന് താന്നിരിക്കുകയായിരുന്നു. പക്ഷെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം വരുമാനം വേണമല്ലോ. വരുമാനം ഈ വീഡിയോ എങ്ങനെ തുടങ്ങുമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇരിക്കുന്നു. പക്ഷെ സിന്ധു കൃഷ്ണ 2 കൽപ്പിച്ച് വരണത് എത്ര പറയും. എന്തായാലും ഞാൻ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സിന്ധു കൃഷ്ണ ഇതിനകത്ത് പറയുന്നത്. സ്വന്തം ഒരുപാട് കേസുകൾ പറയുന്നുണ്ട്. അതായത് താൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയത് അന്ന് തൊട്ട് ആ കിട്ടിയ പൈസ ഞാൻ എങ്ങനെ എൻ്റെ പാരൻസിന് ചെലവാക്കിയത് തൊട്ട്, അതായത് പാരൻസിന് ചെലവാക്കിയ സംഭവങ്ങളൊക്കെ അക്കമിട്ട് നമ്മുടെ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്. അവിടെ ഈ മക്കൾ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു. അമ്മയ്ക്ക് എനിക്ക് ഇത്രയും വരുമാനം കിട്ടിയപ്പോൾ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, കുറച്ച് പൈസ വേണമെന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ ഓടി വന്ന് അവരുടെ ഷെയർ ഇങ്ങനെ പകുത്ത് വെച്ച് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്മയാണ്, ഒരു മക്കളാണ് എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞാണ് നേരെ ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. ഏത് സംഭവം മറ്റൊന്നുമല്ല, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ എന്നൊരു സംഭവമുണ്ട്. ആ സംഭവത്തിലേക്ക് വരുന്നത് നമുക്ക് ആ വീഡിയോ കാണാം. കുറച്ച് ലെന്തി ആയിരിക്കും. നിങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല രസത്തിരിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, വിഷ് ദം ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഇപ്പൊ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങളും ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മോട്ടോ അല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. സ്വാഭാവികം. മറ്റുള്ള വീട്ടില് അമ്മു വേണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ചിന്ത. അത് നിങ്ങൾക്ക് അതിനകത്ത് കയറി പോയി കിടന്ന് ഇന്റർഫിയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് അവരുടേതായിട്ട ചിന്ത. താങ്കൾക്ക് എന്തായാലും അമ്മു ഇല്ലാതെ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും പറയും. കാരണം താങ്കൾ ചെയ്തതെല്ലാം ഒരു പരിധി വരെ താങ്കൾ എന്താണ് പഠിപ്പിച്ചു വിട്ടത് അതാണല്ലോ അമ്മു ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? അപ്പൊ മറ്റൊരു വീട്ടിൽ അമ്മു ഉണ്ടോ വേണ്ടേ എന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ അമ്മു ഇല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ്. അതായത് എല്ലാ വീട്ടിലും അമ്മു വേണോ എന്നുള്ളത് ഒരു വേഡിങ് ആണ്. നമ്മൾ ഉണ്ടാക്കിയതല്ല, മറ്റാരെയൊക്കെ ഉണ്ടാക്കിയതെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. പക്ഷെ ഞാൻ കമന്റ് ബോക്സിൽ നോക്കിയപ്പോൾ ഏതൊരു ഇന്റർവ്യൂവിൽ സിന്ധു കൃഷ്ണ തന്നെ എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം എന്ന് പറഞ്ഞു എന്ന് കമന്റ് കണ്ടു. ഞാൻ കണ്ടിട്ടില്ല. അത് ഈ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആരെങ്കിലും പറയോ? അപ്പോൾ സിന്ധു കൃഷ്ണ പറയുന്നത് എല്ലാ വീട്ടിലും അമ്മ വേണം, പക്ഷെ അമ്മു വേണം. അമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്താണ്, പവിഴമാണ്, സുന്ദരി കുട്ടിയാണ്. ഇതിന് പറയാൻ വാക്കുകളില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിന്ധു കൃഷ്ണ പറയുന്നത്. ബാക്കി She's a wonderful girl and I am with her. I'm always with her. She's a wonderful girl and I am with her. Wonderful girl. സ്വന്തം അമ്മുയെ ചിരിച്ചേ പുരുത്തവക്കി എന്ന് വിളിക്കുന്ന വണ്ടർഫുൾ, വെരി വെരി വണ്ടർഫുൾ ഗേൾ. I'm with all my children, with everybody. And എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് I'll always be there with the truth. എൻ്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സെന്റൻസസ് എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നു നിങ്ങളോട് സോറി പറയിപ്പിക്കാം. ഞാൻ പറയാം സാരമില്ല ഡാഡി, വിട്ടുകളാ, എന്തോ ആവട്ടെ, വിട്ടുകളാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം വെച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാനേ ഇഷ്ടമല്ല. ലെറ്റ് ഇറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മളെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് മൈൻ ആൻഡ്
എന്നെ ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഓക്കെ, ഞാൻ എപ്പോഴും എനിക്ക് സത്യത്തിന്റെ കൂടെ ഇഷ്ടം നിൽക്കാനാണ് താല്പര്യം. ഞാൻ സത്യസന്ധയായ ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ കൂടി മറ്റൊരു കുത്തും കൂടി വയ്ക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ സ്വന്തം അച്ഛൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ അമ്മയെ കൊണ്ട് വീട്ടിൽ നിർത്തിയിട്ട് വേണമെങ്കിൽ മാപ്പ് പറയിപ്പിക്കാം എന്നൊക്കെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ അടുത്ത സത്യം എനിക്കതൊന്ന് ഡിസ്കസ് ചെയ്യാൻ താല്പര്യം. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ട് നിർത്തി മാപ്പ് പറയിപ്പിക്കാമെന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് പിന്നെ അവസാനം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ, അപ്പോൾ അങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. വളരെ കുലീന സ്ത്രീയെ പോലെയാണ് ഈ പറയുന്ന നമ്മുടെ സിന്ധു കൃഷ്ണ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി പാരന്റ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്, കേൾക്കാമേ. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരന്റ്സ് വന്നിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ. അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എന്റെ വീഡിയോസിൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ പോകുന്നതോ ഒക്കെ ആയിട്ട് ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തെങ്കിലും പോകുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുത്തിരുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ്. എന്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് വാസ് ഫോർ മൈ പാരന്റ്സ്. ഞാൻ എൻ്റെ പാരന്റ്സിന് പിന്നെ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് പറയുന്നതാണ് എനിക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. ഞാനൊരു 20 പ്രാവശ്യം പോകുമ്പോൾ 1-2 പ്രാവശ്യം മാത്രമേ വീഡിയോ ഇടുള്ളൂ. അപ്പൊ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാൻ 20 പ്രാവശ്യം പോകും, പക്ഷെ നിങ്ങൾ കാണുന്ന 1-2 ദിവസമേ ഉള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ പാരന്റ്സിന് പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അച്ഛനെ അമ്മയ്ക്ക് നന്നായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. അവർക്ക് എങ്ങനെ അടുത്ത് സഹായം ചെയ്യാം, അവരെ എങ്ങനെ നമുക്ക് പിന്നീട് കുറച്ച് പണം കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടൊക്കെയാണ് ഞാൻ ഉറക്കം എഴുതുന്നത് എന്നുള്ളതാണ്. ലിസ്റ്റ് ഇടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ എന്നുള്ളതാണ്. അടുത്ത് പിന്നിലും there are agendas and certainly ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ ദ വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൊടുക്കാം എന്ന് നിങ്ങളെ ചോദിക്കും, എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോലെ അമ്മ എന്താ നിങ്ങളെ കാണുന്ന വീഡിയോസ് കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. അപ്പൊ ഓൾ ഐ ക്യാൻ സേ ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. I wish my mother and my niece all the very best for എന്താ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ. ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പറയുന്ന മറ്റൊന്നുമല്ല, ഇതിപ്പോ ഇങ്ങനെ പുറത്ത് വന്നത് നല്ലത്. അജണ്ടയൊന്നും അല്ല, ഇതിങ്ങനെ പുറത്തും നല്ലതാണ്. അല്ലെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും, ഈ പറയുന്ന അമ്മ എന്താ വരാത്തത്, അച്ഛൻ എന്താ വരാത്തത്, അച്ഛൻ മരിച്ചു അല്ലേ, അമ്മ എന്താ വരാത്തത്, അമ്മയ്ക്ക് എന്താ ചോറ് കൊടുക്കാത്ത വീഡിയോ ഇടത്തുനിന്ന് പലരും ചോദിക്കും. ഇത് ചെയ്തത് ഇങ്ങനെയൊക്കെ വന്നത് നന്നായി എന്നാണ് നമ്മുടെ സിന്ധു കൃഷ്ണ പറയുന്നത്. എന്തായാലും എവിടെ കൂടെ തട്ടി നല്ലൊരു കാര്യം ചെയ്തു. ഇനി ആരെയും എനിക്ക് ബോധിപ്പിക്കാനൊന്നുമില്ലല്ലോ. അമ്മച്ചി എന്ന് പറയുന്നത് ഒരു ബിച്ചാണ്. സ്വന്തം മകള് സ്വന്തം അമ്മയെ കുറിച്ച് പറയാണ് യു ആർ എ ബിച്ച് എന്നാ പറയുന്നത്. ആ ഒരു വോയിസ് നമ്മൾ കേട്ടു. അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞ സംഭവങ്ങൾ വയസ്സായ സ്ത്രീകളാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ സിന്ധു കൃഷ്ണ മനസ്സിലാക്കുന്നത്. വയസ്സായി വരുമ്പോൾ താങ്കളും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. താങ്കളും വയസ്സായി വരുമ്പോൾ ഈ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആ ഒരു ഏജിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് വാശികൾ കൂടും, കുട്ടികളുടെ വാശി ഉണ്ടാവും, കുസൃതികൾ ഉണ്ടാവും, ഭയങ്കര പിന്നെ ശാഠ്യം ഉണ്ടാവും, പറഞ്ഞാൽ കേൾക്കത്തില്ല. അവിടെയൊക്കെ നമ്മൾ സഹിച്ചു നിൽക്കണം. മകളെ പ്രസവിച്ച് 10 മാസം ചുമന്നു പ്രസവിച്ച് ഈ രീതി താങ്കൾ ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കോൺഫിഡൻസോട് കൂടി സംസാരിക്കണമെങ്കിൽ അതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് താങ്കളുടെ അമ്മയാണ് എന്നുള്ളതാണ്. താങ്കളുടെ മകൾ സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ തിരുത്താനുള്ളത് താങ്കളാണ്. കാരണം പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുമെന്ന് പറയുമ്പോൾ നാളെ നിങ്ങൾ വീഴുമെന്നുള്ളതാണ്. ഈ പറയുന്ന അഹാനയുടെയോ ദിയയുടെയോ ആരുടെയെങ്കിലും ചെറുമക്കൾ താങ്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഈ പറയുന്ന ദിയോ അഹാനെ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഫീലാണ് ഇപ്പൊ താങ്കളുടെ അമ്മയ്ക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. താങ്കളുടെ അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എല്ലാവർക്കും പൊറുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പറയാം, മറ്റുള്ളവർക്ക് പൊറുക്കാൻ പറ്റില്ലായിരിക്കും. പുതിയൊരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൊറുക്കാൻ പറ്റില്ല, അവരെന്ത് സ്ത്രീ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ പൊറുക്കണം. എന്ത് വൃത്തിയോട് ചെയ്താലും ശരി തന്നെയാണ്, എന്തൊക്കെ ചെയ്ത് നിങ്ങൾ പൊറുക്കണം എന്നുള്ളതാണ്. വഴക്കൊക്കെ പറയും. അത് വന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. ഒരു നഴ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹോം നഴ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ടോ പൈസ കൊടുത്ത് തീരുന്ന ബന്ധങ്ങളല്ല അതൊന്നും. മനസ്സിലായോ? അതാണ് സിന്ധു കൃഷ്ണയ്ക്ക് പറ്റിയ ഒരു തെറ്റ്. ഇനി
എന്റെ നീസ് വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടൊരു മെയ്ഡായിരുന്നു. ആ ലേഡി 6 കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച എനിക്കറിയാമായിരുന്നു അവർക്ക് തലേ ദിവസം മിഡ് നൈറ്റ് എപ്പോഴാണ് എത്തുന്നത് എനിക്കറിയാം. ഫസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് ചോദിച്ചാൽ എന്ത് പറ്റി അംബിക, അവരൊക്കെ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ബിക്കോസ് അത്രയ്ക്ക് ഏർലി ആയിട്ട് എന്നെ എന്തിന് ഫോൺ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ ചേച്ചിന്നാണ് വിളിക്കുന്നത്. നേരത്തെ കുറച്ച് നാൾ നമ്മുടെ ഇവിടെ എന്നേക്കാൾ പ്രായമുള്ള ലേഡിയാണ്, ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവുന്നവർക്ക് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ നിന്നിട്ട് പോയ ഒരു ലേഡിയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ചേച്ചി ഞാൻ ഇന്ന് പോവാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇന്ന് പോകല്ലേ, അവർക്ക് ഇന്ന് വന്നല്ലേ ഉള്ളൂ, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് പോകും, നിങ്ങൾ ഇന്ന് പോകല്ലേ, അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ അവരന്ന് പോയി. അവരന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവരുടേതായ കാരണങ്ങൾ വിച്ച് ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് അവരോട് പറയാൻ താല്പര്യമില്ല. പറഞ്ഞു ഞാൻ കാല് പിടിച്ചു. ഞാൻ അയ്യോ പോലെ അംബിക പ്ലീസ് എനിക്ക് 2 ദിവസം കൂടെ നിൽക്കി, 2 ദിവസം കൊണ്ട് അവർ ആരെങ്കിലും ഒപ്പിക്കും, പോവല്ലേ, ഇന്ന് അവർ ഇത്രയും യാത്ര ചെയ്ത് കുട്ടികളുമായിട്ട് വന്നതാണ്, അവർക്ക് നിങ്ങൾ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടായി പോകും, പോവല്ലേ. അതായത് വൺ ഓഫ് ദ ലാസ്റ്റ് കോൺവെർസേഷൻസ് ഞാൻ ആ സ്ത്രീയുമായിട്ട് ഉണ്ടായിരുന്നു. അവർ പിന്നെ പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം ഓക്കെ ഇവർ മാനേജ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ്. സോ ലൈക്ക് ഐ വാസ് ഓൾവേസ് മോണിറ്ററിങ് എവറിത്തിങ്. സോ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ ഷുഡന്റ് ബി എക്സ്പ്ലെയിനിങ് ഇറ്റ് ആക്ച്വലി. ഇനി ഈ ഒരു എനിക്ക് അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് എല്ലാ സംഭവവും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമൊന്നുമില്ല, പക്ഷെ എല്ലാം പറഞ്ഞു എന്നുള്ളത്. അതായത് തൻവി അവിടെ വന്നപ്പോൾ അവിടെ നിന്ന് ഹോം നേഴ്സായിട്ട് നിന്ന സ്ത്രീ പോയതിനെ പറ്റിയാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോവല്ലേ എന്ന് പറഞ്ഞു, പക്ഷെ അവർ പോയി എന്നുള്ളതാണ് മനസ്സിലായത്. അവർ കളഞ്ഞിട്ട് പോയി. കാരണം അവർക്ക് ഗതികെട്ട് ആരെങ്കിലും വന്നാൽ അവർ ആരും കയ്യേക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഹോം നേഴ്സിന് ഒരാളെ കൊണ്ട് നിർത്തുമ്പോൾ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കാരണം അവരുടെ അമ്മയല്ലല്ലോ, അവരുടെ ജോബ് അല്ലെങ്കിൽ എന്ത് പണിയാണോ അത് ചെയ്ത് തീർത്തിട്ട് പോകേണ്ടതായിട്ട് വരും. ആരും തിരിഞ്ഞു നോക്കുന്നില്ല, പണം മാത്രം മതിയല്ലോ. പണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോം നേഴ്സിന് വെച്ചാൽ മാത്രം പോരാ, അവിടെ ചെന്ന് അന്വേഷിക്കുക, അവർക്കൊരു സാധനമായി കൂടെ നിൽക്കുക, ഒരു കൂട്ടായിട്ട് കൂടെ നിൽക്കുക, അവർക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുക. മറ്റത് അവർ വിചാരിച്ചാണെങ്കിൽ പണം മാത്രം തരുന്നു, ഇവിടെ അമ്മച്ചി വന്നതായി കാണിക്കുന്നതൊക്കെ ഞാൻ സഹിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ തൻവി എന്നുള്ള ഒരാൾ വന്നിട്ട് അപ്പൊ തന്നെ എവരെന്ത് ചെയ്തു, അവിടുന്ന് എസ്കേപ്പ് ആയി. ഈ തൻവി വന്നതിന്റെ അന്ന് തന്നെയാണ് അവർ പോയത്, അതായത് 2 ദിവസം മുമ്പ് പോയോ. അതായത് അവർ ഒരുപാട് നിർബന്ധിച്ചു, 2 ദിവസം കൂടി നിങ്ങൾ അവിടെ നിൽക്കൂ, അവർ വേറൊരു ആളെ കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ടും അവരെ കേട്ടില്ല. അവർ കളഞ്ഞിട്ടും അത്രയ്ക്ക് അവർ സഹിക്കെട്ടാണ് പോയത്. അവർ എന്തുകൊണ്ടാണ് പോയതെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് നിങ്ങൾക്ക് അറിയാലോ, അതിൻ്റെ ഇടയിൽ കൂടി പറയുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു, ഇതിനകത്ത് കുറേ ഉണ്ട്, ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ. ഇതായിരുന്നു നമ്മുടെ സിന്ധു കൃഷ്ണന്റെ വീട്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു വരുമാനം, മെയിനായിട്ടുള്ള ആ സോഴ്സ് ഓഫ് ഇൻകം ഒരു എന്ന് പറയുന്നത് ഇതുപോലെ നുണയും കുശുമ്പൊക്കെ പറയുക, വീട്ടുകാര്യങ്ങളെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ അമ്മയെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ അമ്മായിയമ്മയെ കുറിച്ച് പറയുക, പിന്നെ അല്ലെങ്കിൽ മക്കളെ കുറിച്ച് പറയുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി അറിയുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് അത് വൈറലായി അതുവഴി കുറെ കുറെ പിന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ ഇത്. അപ്പം കുറച്ചു കാലം ഇങ്ങനെ മിണ്ടാതിരുന്നു. അപ്പം കുറെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പ്രശ്നത്തിലൊക്കെ കുറെ ഡോളറിൽ കിട്ടിക്കാണും. അപ്പൊ അതെന്തായാലും ഇപ്പം തീർന്നു. ഇനി അടുത്ത ഞാനിങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാക്കും. അതുകൊണ്ട് തന്നെ അടുത്ത എൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് ഞാൻ വരുന്നു. ഇനി എനിക്ക് നിരന്തരം ഇങ്ങനെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു അലിഗേഷൻ, എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഓടാൻ പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ച കൊണ്ട് ഒരു 5 മാസത്തെ ഞാൻ ഉണ്ടാക്കുന്ന യൂട്യൂബ് വരുമാനം ഞാൻ ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇനി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, സിന്ധു കൃഷ്ണ മനസ്സിലാക്കേണ്ടത്, താങ്കളുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ്. അതിനെ ന്യായീകരിക്കരുത്, നീ വന്നിരുന്ന് ന്യായീകരിക്കരുത്. താങ്കളുടെ മകളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. താങ്കളുടെ അമ്മയാണ്, താങ്കളെ പെറ്റു വളർത്തിയ അമ്മയാണ്, താങ്കളെ ഈ ഒരു രീതിയിൽ കോൺഫിഡൻസോടുകൂടി നിന്ന് സംസാരിക്കാൻ കെൽപ്പുള്ളവളാക്കി തീർത്ത ഒരു മെയിൻ കണ്ണിയാണ് താങ്കളുടെ അമ്മ. വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, അവർക്ക് ഭയങ്കര ദേഷ്യവും താങ്കളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിരിക്കുക, അതൊക്കെ നിങ്ങൾ സഹിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവും. ഒരു മകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള രീതിയൊക്കെ താങ്കളുടെ ഉത്തരവാദിത്തമാണ്, താങ്കളുടെ ഡ്യൂട്ടിയാണ്. ഏതെങ്കിലും ആരെങ്കിലും പൈസ കൊടുത്ത് ഒരു ഹോം നേഴ്സിനെ മറ്റേ കൊണ്ടുവച്ച് എന്ന് കരുതി നമ്മുടെ ഡ്യൂട്ടീസ് ഒന്നും തീരുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായത്. ഇവിടെ വീണ്ടും നിങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടി ചിരിച്ചുകൊണ്ടാണെങ്കിൽ കൂടി കുറ്റങ്ങൾ തന്നെയാണ് പറയുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, അതായത് എൻ്റെ അമ്മ ഇത്രയും പ്രശ്നങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മയെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്ന നിങ്ങളോട് മാപ്പ് അപേക്ഷിപ്പിക്കുക. അതായത് തെറ്റ് മൊത്തം ആരുടെയാണ്, ഈ പറയുന്ന അമ്മയുടെ ഭാഗത്തായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്. എന്നിട്ട് പറയാം, എനിക്കൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നുള്ളത്. അപ്പൊ ഇവർ പറഞ്ഞു വരുന്നത് എല്ലാവരുടെയും വീട്ടിലും അമ്മു വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ വിഷയമാണ്, നമ്മുടെ വിഷയം. നമ്മുടെ വീട്ടിൽ വേണോ ഇതുപോലത്തെ ഒരു അമ്മു നമ്മളെ വീട്ടിൽ വേണ്ടേ? സത്യമായിട്ടും സ്വന്തം എൻ്റെ അമ്മയെ കയറി ബിച്ചെന്നോ അല്ലെങ്കിൽ പുരുത്ത പട്ടിയെന്നോ വിളിക്കുന്ന ഒരു മോൾ എനിക്ക് വേണ്ട, അതുപോലുള്ള ഒരു അമ്മു എനിക്ക് വേണ്ട. നിങ്ങൾക്ക് വേണമായിരിക്കും, കാരണം നിങ്ങളുടെ സംസ്കാരം അങ്ങനെയായിരിക്കും, നിങ്ങൾ വളർന്നത് അങ്ങനെയായിരിക്കും, നിങ്ങളുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ബന്ധങ്ങളുടെ വാല്യൂ ഇത്രയും ഉള്ളതായിരിക്കും, പണം മാത്രമായിരിക്കും നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് അജണ്ട എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന പണമായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിലപ്പം ഒരു അമ്മു പോലെ ഒരാള് സ്വന്തം അമ്മയെ
അമ്മയുടെ എല്ലാ തെറ്റിനും കൂട്ടുനിൽക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, തെറ്റുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേ കമന്റ് നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.